സൂക്ഷിക്കണേ കൊച്ചാളിയാ, നീ പടമായി പോകരുത്. ശാന്തമായി കിടക്കണമെങ്കിൽ കഴുത്തിലുള്ള സ്വർണ്ണമാല കഴുത്തിൽ ഇട്ടുകൊണ്ട് തന്നെ ഉറങ്ങുക. അവിടെ ഇവിടേക്ക് വെച്ചാൽ പിന്നെ അവിടെ ഇവിടെ അന്വേഷിക്കാൻ തന്നെ സമയമാകും. വൃത്തിയേട്ട പ്രസംഗം. റിമോട്ട് എവിടെ? TV സ്വിച്ച് ഓഫ് ചെയ്യരുത്. ഇന്ന് നഗരത്തിലെ സംസാര വിഷയം ഇതാണ്. നഗരത്തിലെ പല സ്ഥലങ്ങളിലും മോഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കാണുന്നത് തന്തണി TV. നീ എന്താ ചെയ്യുന്നേ ഹണി? നമ്മുടെ വീട്ടിലെ CCTV ക്യാമറ വെച്ച പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ നിനക്ക് തോന്നാൻ കാരണം എന്താ? ആ റിപ്പോർട്ടർ നേരത്തെ അറിഞ്ഞിരിക്കുന്നു നമ്മൾ ആ TV ഓഫ് ചെയ്യാൻ പോവാണെന്ന്. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തൻതനി TV ആണെന്ന്. അയാൾക്ക് എങ്ങനെ മനസ്സിലായി നമ്മൾ കാണുന്നത് തൻതനി TV ആണെന്ന്? കഴുതാതെ എല്ലാ ന്യൂസ് ചാനലും പറയുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഒരു ക്യാമറയും ഇല്ല. ഇതെന്താ ബണി? രാവിലെ എന്തിനാ ഹണിയെ ചീത്ത വിളിക്കുന്നത്? ശരി, അത് വിട്. ഞാനിപ്പോൾ ഓഫീസിൽ പോകുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. മിസ് കാട്കറിന് ഒരു പാഴ്സൽ ഉണ്ട്. താങ്ക് യു. ഇതൊരു നെക്ലസ് ആണ്. കാലത്തെ കഠിനാധ്വാനമാണ്. അല്ല അല്ല മാഡം, ഇത് സ്വർണവും ഡയമണ്ടും ആണ്. എന്റെ കുട്ടികളെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്ത് പൈസ സമ്പാദിച്ചുവോ ആ പൈസ കൂട്ടി വെച്ച് വാങ്ങിച്ചതാണ് നെക്ലസ് എന്ന്. ശരി, ഓക്കെ കുട്ടികളെ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. എനിക്ക് സമയമായി. ഇനിയിപ്പോൾ ഈ നെക്ലസ് നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. ബൈ. നിങ്ങളുടെ വീട്ടിൽ നിരവധി സാധനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കാൻ മറക്കരുത്, ആ സാധനങ്ങൾ ഒരിക്കലും മോഷണം പോകരുത്. All is well, സുഹൃത്തുക്കളെ, all is well. കൊച്ചലിയ, നമുക്ക് നമ്മുടെ വാതിലിൽ ഒരു നോട്ടീസ് അടിച്ചൊട്ടിച്ചാലോ? അതിൽ എങ്ങനെ എഴുതാം നമ്മുടെ വീട്ടിലെ ഒരു നെക്ലേസും ഇല്ല എന്ന്? എന്തൊരു ബുദ്ധി. ഒരു പക്ഷെ കള്ളന് വായിക്കാൻ അറിയില്ലെങ്കിലോ? എങ്കിൽ നമ്മൾ അയാളെ വായിച്ച് കേൾപ്പിക്കാം. കള്ളം വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഒളിപ്പിച്ചു വെക്കാം. അത് ശരിയാണ്. നമുക്കിതിനെ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു വെക്കാം. കള്ളനല്ല, കള്ളന്റെ അപ്പൂപ്പൻ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിത് അവനിൽ വെച്ചാലോ? ആർക്കും സംശയം വരില്ല നമ്മൾ നെക്ലസ് എടുത്ത് അവനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കാന്ന്. ഇത് നെക്ലസ് ആടാ. സമോസയോ ബജ്ജിയോ ബോണ്ടയോ അല്ല അവനിൽ വെച്ച് ചൂടാക്കി കഴിക്കാൻ. ഞാൻ ഇതിനെ എന്റെ കൂട്ടിനകത്ത് വെക്കാം. അപ്പൊ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവുമല്ലോ. എടാ പൊന്നു ഹണി, നീ ഇതെന്താ ചെയ്തത്? ബോക്സിനെ കത്തിച്ചോ? ഞാനല്ല, ഈ അവനാണത് ചെയ്തത്. ഓ, ഇതിന് വല്ലാത്ത ചൂട്. നീ തന്നെ അങ്ങ് പിടിച്ചോ. അയ്യോ, എന്തൊരു ചൂടായത്, എന്റെ കൈ പൊള്ളിപ്പോയി. ഇന്നാ നീ പിടിച്ചോ. തങ്കം എവിടെ? കൊച്ചിന് സുഖമില്ലാത്തോണ്ട് തങ്കം 2 ദിവസമായി ലീവിലാ. എടാ കഴുതേ, ഞാൻ ബോക്സിൽ വെച്ച തങ്ക നെക്ലസിന്റെ കാര്യമാണ് പറഞ്ഞത്. സംശയമുണ്ടോ? സംശയമുണ്ട് പോപ്പൻ. നമ്മൾ എന്തിനാ കിടന്ന് വഴക്കൂടുന്നേ? ഇത് ആ ബോക്സ് അല്ല. അപ്പൊ ഒറിജിനൽ ബോക്സ് എവിടെയാണ് കൊച്ചലിയ? അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലായിടത്തും നോക്കാം. കിട്ടിയോ? ഇല്ല. നിനക്ക് കിട്ടിയോ? എനിക്കും കിട്ടിയില്ല. അതെന്താ ആരും എന്നോട് കിട്ടിയോന്ന് ചോദിക്കാത്തത്? എന്നാ നിനക്ക് കിട്ടിയോ? കിട്ടിയില്ല. എന്റെ മനസ്സ് പറയുന്നു ആ ബോക്സ് മോഷണം പോയെന്ന്. അത് കൊള്ളാം. 4 സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളപ്പോ തന്നെ ആ ബോക്സ് മോഷണം പോയെന്നോ? സംശയമുണ്ടോ? സംശയമുണ്ട്. പക്ഷെ ആരെ സംശയിക്കും? മാഡത്തിന്റെ ബോക്സ് അത് ആരെടുത്തോണ്ട് പോവാനാ? ചിലപ്പോ അത് ആ കള്ളന്മാരായിരിക്കോ? തന്തനി ടിവിയിൽ പറഞ്ഞോണ്ടിരുന്ന ആ കള്ളന്മാര്. നീ പറയുന്നത് ശരിയാണ് കൊച്ചലിയ. നമുക്ക് ആ കള്ളന്മാരെ ഉടനെ പിടികൂടണം. ആ കള്ളൻ അധിക ദൂരം പോയി കാണില്ല. സംശയമുണ്ടോ? അതിലൊരു സംശയമില്ല. അവിടെ നോക്ക്, അതാ നിൽക്കുന്ന കള്ളൻ. ഞാൻ കള്ളനല്ല, കലാകാരനാണ്. നമ്മളെല്ലാവരും ആ പോയവന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണോ? പിടിക്ക
പിടിക്കവനെ. സൂക്ഷിക്കണേ കൊച്ചാളിയാ, നീ പടമായി പോകരുത്. മറ്റവൻ നിന്നെ ഒരു മൈലാക്കി തീർന്നു. സംശയമുണ്ടോ? പിടിക്കൂ വേഗം. ആ കള്ളനെ പിടിക്കാനാണോ പറഞ്ഞേ? ഏയ്, ഊ. ഏയ്, ഊ, ഊ. ജോർദാർ, നിനക്കവനെ പിടിക്കാൻ കഴിയും. പെട്ടെന്ന് ചെന്ന് ആ കള്ളന്റെ കയ്യിൽ നിന്ന് ബെൽറ്റ് എടുക്ക്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൽ ചിലപ്പോ മേഡത്തിന് നെക്ലസ് ഉണ്ടാവും. ഒരു കലാകാരനെ ഒരിക്കലും അവന്റെ കഴിവിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. യാ, ഊ. നമ്മൾ അവന് മുകളിൽ കയറിയിട്ടല്ല, താഴെ വന്നിട്ട് പിടിക്കാം. യാ, യാ, ഊ, 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 ഊ. എന്തു പറ്റി? എങ്ങോട്ടാണ് നിങ്ങൾ ഈ ഓടുന്നത്? ഞങ്ങൾ കള്ളനെ പിടിക്കാൻ ഓടുകയായിരുന്നു. എന്നെ നരകം കാണിക്കുന്ന ആ വൃത്തികെട്ട കള്ളനൊന്നും അല്ലല്ലോ ഇവൻ. അവൻ സാറിന്റെ സാധനങ്ങളും മോഷ്ടിച്ചായിരുന്നോ? ഈഷ്, കഴുതേ, എന്റെ ഒരു കാലിലെ ഷൂ അവൻ മോഷ്ടിച്ചോണ്ട് പോയി. അതാ നോക്കൂ, കള്ളൻ ആ മ്യൂസിയത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. വണ്ടിയിൽ വേഗം കേറിക്കോ. അതാ അവൻ വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. നമുക്ക് ഈ ടെറസിലെ ടൈൽസിനെ കുറച്ച് പൊട്ടിച്ചു വെക്കാം. അവൻ ആ ടൈൽസ് ചവിട്ടുമ്പോൾ അവൻ താഴേക്ക് വീഴും. അപ്പോ നമുക്ക് അവനെ പിടിക്കാം. ഐഡിയ. ആ, പക്ഷെ അത് പെട്ടെന്നാവണം പെണ്ണി, അവൻ വന്നോണ്ടിരിക്കുക. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. എത്ര പേര് പറഞ്ഞാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ തന്നെ വരണം. സംശയമുണ്ടോ? സംശയമൊന്നുമില്ല, തീർച്ചയാണ് ഇവൻ കള്ളൻ തന്നെയാണ്. കള്ളൻ. ഞാൻ കള്ളനല്ല, കലാകാരനാണ്. അതിന് നിങ്ങൾക്ക് എന്ത് കലയാ അറിയാവുന്നത്? ഞാനൊരു പാർക്കോർ ആർട്ടിസ്റ്റ് ആണ്. പാർക്കർ ആർട്ടിസ്റ്റ് ആണെന്നോ? എന്റെ പൊന്ന് കണിച്ചേട്ടാ, അവൻ തുള്ളിച്ചാടി ഓടിക്കൊണ്ടിരുന്നില്ലേ, അതിനെയാണ് പാർക്കോർ എന്ന് പറയുന്നത്. പാർക്കോർ ആർട്ടിസ്റ്റ്. അതെല്ലാം ശരിയാണ്, പക്ഷെ അവൻ എന്തിനാ മോഷ്ടിക്കുന്നത്? കള്ളന്റെ പുറകെയല്ലേ ആൾക്കാർ ഓടി വരികയുള്ളൂ. ഒരു കലാകാരന്റെ പുറകെ ആരെങ്കിലും ഓടി വരുമോ? ഈഷ്, നിനക്ക് ജയിലിൽ ഇതുപോലെ നല്ല കലകൾ പഠിപ്പിച്ചു തരാണോ? വരൂ, നമുക്ക് മേഡത്തിന്റെ നെക്ലസ് കണ്ടുപിടിക്കാം. ഓ മൈ ഗോഡ്. എന്താ, നെക്ലസ് കിട്ടിയോ? ഇത് സന്തോഷം കൊണ്ട് പറഞ്ഞതല്ല, വിഷമം കൊണ്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞതാ. ശരിയാ ഹണി, ഇതില് മേഡത്തിന്റേത് മാത്രമല്ല, ആരുടെ നെക്ലസ് കാണുന്നില്ല. ഇവൻ എന്തൊരു കള്ളനാ, ഒരു നെക്ലസ് പോലും മോഷ്ടിച്ചിട്ടില്ലല്ലോ. ആഹാ, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കള്ളനല്ല. ആ നെക്ലസ് കിട്ടിയില്ലെങ്കിൽ മേഡം നമ്മളോട് ദേഷ്യപ്പെടും. ഞാൻ ഈ കള്ളനെ നന്നായിട്ട് പരിശോധിച്ചു കഴിഞ്ഞു. ഇവന്റെ കയ്യിൽ നെക്ലസ് പോലത്തെ ഒരു ചെയിൻ പോലും ഇല്ല. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, മാഡത്തിന്റെ നെക്ലസ് വേറെ ആരോ ആണ് മോഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ വഴക്കിട്ടോണ്ടിരിക്കുമ്പോ വേറെ ആരോ വന്ന് മോഷ്ടിച്ചോണ്ട് പോയതാ. അപ്പൊ കൊച്ചളിയാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി എന്ത് ചെയ്യണോ അത് മാഡം തന്നെ അങ്ങ് ചെയ്തോളും. എന്താ, കഴിഞ്ഞില്ലേ? കള്ളൻ നിങ്ങളിൽ പ്രശ്നങ്ങൾ ഉയർത്തി സാധനങ്ങൾ കടത്തി. ഞാൻ ആദ്യമേ പറഞ്ഞതില്ലേ, ജാഗ്രത പാലിക്കണമെന്ന്.
ഇതൊന്ന് കഷ്ടമാണ്. നിങ്ങൾ എന്തായി കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെയ്തത് ഇതൊക്കെ ആരാണ് ഇത്ര വൃത്തികേടാക്കിയിരിക്കുന്നത്? കൊച്ചളിയ നമ്മള് ചെയ്യാത്ത തെറ്റിനാ മാഡം നമ്മളെ ചീത്ത വിളിക്കുന്നത്. ഇതെല്ലാം ജോർദാറാണ് ചെയ്തത് മാഡം. ഓഹോ, സർദാർ, ഞാൻ നിന്റെ ഭാഗത്ത് നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനും ഇവനിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല മാഡം. ഓഹോ, ഇനിയിപ്പോ സ്ഥലമെല്ലാം ഞാൻ തന്നെ വൃത്തിയാക്കണല്ലോ. ആ, ഓഹോ, ഈ ജ്വല്ലറി ബോക്സ് ഈ സോഫയുടെ അടിയിൽ എങ്ങനെയാണ് വന്നത്? ഭാഗ്യം കിട്ടിപ്പോയി. ഞങ്ങള് വിചാരിച്ചു ഈ നെക്ലസ് മോഷണം പോയെന്നാണ്. മോഷണമോ? അതെന്ത് മോഷണം ഹണി? ഇപ്പൊ ഒരുപാട് മോഷണം നടക്കുകയല്ലേ, അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് ഹണി ഇതിന്റെ അടിയിൽ വെക്കുകയായിരുന്നു. ഓഹോ. അത് കലക്കി വിധി നമ്മളെ ആക്കി തീർത്തു ലക്കി.